നമസ്കാരം, മണി മാജിക്കിലേക്ക് സ്വാഗതം. ഞാനിന്ന് ബഡ്ജറ്റിൻ്റെ വലിയൊരു ബ്രീഫിങ്ങിലോട്ട് പോകുന്നില്ല. ഞാൻ പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മൂന്ന് ടോപ്പിക്കിലായിരിക്കും. ഒന്ന് ഭൂനികുതി, രണ്ട് കോഫി സ്റ്റാമ്പ് ഡ്യൂട്ടീസിൻ്റെ ഒരു ഇൻക്രീസ് എന്ന് പറയുന്നുണ്ട്, അതിനെക്കുറിച്ച്. മൂന്നാമത് EV വെഹിക്കിൾസിനെ കുറിച്ച്. ഇതിലല്ലാതെ എന്തെങ്കിലും നമുക്ക് തൊട്ടുപോകാൻ പറ്റുന്നതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതും കൂടെ പറഞ്ഞു പോവാം. പ്രധാനമായിട്ടും ബഡ്ജറ്റിൽ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നൊരു മേഖലയായിരുന്നു ഭൂനികുതി. ഭൂനികുതി 50% വരെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ജനങ്ങൾക്കെല്ലാം തന്നെയും അതൊരു ഇരട്ടത്താപ്പാണ് എന്ന രീതിയിൽ അവർക്ക് ഫീൽ ചെയ്തേക്കാം. പക്ഷേ ഓവറോൾ ഇൻഫ്ലേഷൻ്റെ ഒരു ബേസിസിൽ നോക്കുന്ന സാഹചര്യത്തിൽ ഭൂനികുതി 50% കൂട്ടിയതിലൂടെ ഭാരിച്ച ഒരു എന്താ പറയേണ്ട ഒരു ഭാരിച്ച ഇതായിട്ടോ അല്ലെങ്കിൽ അവർക്കൊരു പറ്റാത്ത ഒരു തുകയായിട്ടോ അത് മാറുന്നില്ല. സോ ഇത് എൻ്റെ ഒരു പേഴ്സണൽ കാഴ്ചപ്പാടാണ്. ഭൂനികുതി 50% കൂട്ടിയതിലൂടെ സാധാരണക്കാരനായ ജനത്തിന് അധികമായിട്ട് ബാധ്യതകളൊന്നും തന്നെ ഉണ്ടാവാൻ ഉള്ളൊരു സാധ്യത ഞാനിവിടെ കാണുന്നില്ല. എങ്കിലും ഭൂനികുതി നമുക്ക് 3 തരത്തിലായിട്ടാണ് നമുക്ക് തിരിച്ചേക്കുന്നത്. പഞ്ചായത്ത് തരം, അതുപോലെ തന്നെ മുനിസിപ്പൽ കൗൺസിൽ, അതുപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷൻ. അപ്പോൾ കോർപ്പറേഷൻ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ടാക്സ് ഉള്ളത്. മുൻപത് 1.62 ഏറ് വരെ 30 രൂപ 20 രൂപയായിരുന്നു. അത് 30 രൂപയായിട്ട് ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. അതിൽ നിന്നും അടുത്ത് 1.62 ഏറിന് മേളിലാണെങ്കിൽ 45 രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഏറെന്ന് പറയുന്നത് 2.47 സെൻറ്റാണ്. റേറ്റുകളെല്ലാം തന്നെയും പറയുന്നത് ഏറിനാണ്, പെർ ഏറിനാണ് റേറ്റുകളെല്ലാം തന്നെ പറഞ്ഞേക്കുന്നത്. നമുക്ക് പഞ്ചായത്ത് മേഖലയിലോട്ട് നോക്കാം. പഞ്ചായത്ത് മേഖലയിലാണെന്നുണ്ടെങ്കിൽ 8.1 ഏറ് വരെ 5 രൂപ എന്നായിരുന്നത് 7.5 രൂപ പെർ എയർ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 8.1 ഏറിന് മുകളിലാണെങ്കിൽ 12 പെർ എയറാണ് 12 രൂപ പെർ എയറാണ് പ്രഖ്യാപിച്ചിരിക്കുന്ന പുതിയ 2 റേറ്റുകൾ. ഇനി അടുത്ത് മുനിസിപ്പൽ കൗൺസിൽ ഏരിയ ആണെന്നുണ്ടെങ്കിൽ 2.43 ഏറ് വരെ 15 രൂപ പെർ എയറും, ഇത് നേരത്തെ 10 രൂപയായിരുന്നു. 2.43 ഏറിന് മുകളിലാണെങ്കിൽ അത് 22 രൂപ 50 പൈസ പെർ എയർ ആയിട്ടും കൂട്ടിയിട്ടുണ്ട്. നേരത്തെ ഈ സ്ഥാനത്ത് 15 രൂപയായിരുന്നു. ഇതിന് പുറമെ ഈ കോർപ്പറേഷനിൽ ഞാൻ സ്ലാബ് റേറ്റുകൾ ആദ്യമേ പറഞ്ഞു. 30 രൂപ 1.62 ഏറ് വരെ 30 രൂപ പെർ എയറും, 1.62 ഏറിന് മുകളിലാണെങ്കിൽ 45 രൂപ പെർ എയറുമാണ്. സോ കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന വ്യക്തികൾ, കൂടുതൽ ഭൂമി കൈവശം വയ്ക്കുന്ന വ്യക്തികൾക്ക് ചിലപ്പം ഈ പറയുന്ന ഭൂനികുതി അധികമായിട്ട് അടയ്ക്കേണ്ടി വരുന്ന ഒരു തുക ഭാരിച്ച ഇതായിട്ട് മാറിയേക്കാം. അതല്ലാതെ ഉള്ള ബാക്കി 2 മേഖലകളിലും വെച്ച് നമുക്ക് നോക്കുന്ന സാഹചര്യത്തിൽ എല്ലാവരും തന്നെ ചെറിയ വസ്തുക്കളായിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. അതിന് വലിയൊരു ഭൂനികുതിയായിട്ട് അത് മാറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇത് ആനുവലിയാണ്, അല്ലെങ്കിൽ വാർഷിക വരിയാണ്. വാർഷികമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഭൂനികുതി അടയ്ക്കുന്നത്. അപ്പോൾ വാർഷികം നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ഇൻകം സ്ലാബ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സാധാരണക്കാരൻ ഒരു ദിവസം കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ഏകദേശം 1000 മുതൽ 1300 രൂപ വരെയാണ്. 500 മുതൽ 750, 1000 രൂപ വരെ വരുമാനം കിട്ടുന്ന ജനങ്ങളുമുണ്ട്. എങ്കിലും ഒരു ഓൺ ആൻ ആവറേജ് എന്ന് പറയുന്നത് 750 രൂപ മുതൽ 1300 രൂപ വരെയാണ് ഒരു സാധാരണക്കാരൻ. ഈവൻ ഒരു നമ്മുടെ വീട് പണിക്ക് പോകുന്നതോ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള വ്യക്തികളോ അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും, ഈവൻ ടു ദ ലാൻഡ്, മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് പോലും കിട്ടുന്ന ഒരു വരുമാനം എന്ന് പറയുന്നത് 750 രൂപ മുതൽ 1300 രൂപ വരെയാണ്. അപ്പം ഇത് പെർ ഡേ ആണ്. അപ്പോൾ ഈ പറയുന്ന സാധാരണ മേഖലയിൽ കൺസിഡർ ചെയ്യുന്ന അഗ്രികൾച്ചർ മേഖല ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. സാധാരണ മേഖലയിൽ ഉൾപ്പെടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ പറയുന്ന 50% ഭൂനികുതി വാർഷിക വരികൾ നമ്മൾ നോക്കുന്ന സമയത്ത് അധിക തുകയായിട്ട് ഞാൻ കാണുന്നില്ല. ഇതെൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഇതിലൂടെ അധിക വരുമാനമായിട്ട് 100 കോടി രൂപയാണ് സർക്കാർ കാണുന്നത്. അപ്പം അത് ചിലർക്ക് അധിക ഭാരമായിട്ട് തോന്നാം, ചിലർക്കത് കുഴപ്പമില്ലാതെ തോന്നാം. എങ്കിൽ തന്നെയും എനിക്കിതിൽ ഉള്ള ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത്, സർക്കാർ അതാത് സമയതലങ്ങളിൽ തന്നെ കൃത്യമായിട്ട് നികുതി പിരിച്ചിരുന്നെങ്കിൽ, ടൈം ബാർഡായിട്ട് തന്നെ നികുതി പിരിക്കുന്നത് അല്ലെങ്കിൽ നികുതി അടയ്ക്കേണ്ട ടൈം ജനങ്ങളിലോട്ട് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളത് കൃത്യമായിട്ട് അടയ്ക്കുകയും അതിലൂടെ കൃത്യമായിട്ട് അതാത് വർഷമുള്ള വരുമാനം സർക്കാരിന് കിട്ടുകയും ചെയ്യും. ഇപ്പം കേരളത്തിൽ സംഭവിക്കുന്നത് ഞാൻ പലപ്പോഴും മനസ്സിലാക്കുന്നൊരു കാര്യം, നാളെ ഒരു മതിൽ കെട്ടാനോ അല്ലെങ്കിൽ വസ്തുവിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ വരുന്നൊരു സാഹചര്യത്തിലായിരിക്കും പഞ്ചായത്തിൽ പെർമിഷൻ വാങ്ങിക്കാൻ പോകുന്നത്. പെർമിഷൻ വാങ്ങിക്കാൻ പോകുമ്പോഴായിരിക്കും ഭൂവുടമ തന്നെ മനസ്സിലാക്കുന്നത് ഞാൻ ഇത്രയും കാലമായിട്ട് ടാക്സ് അടച്ചിട്ടില്ലാണ്. സോ നമ്മുടെ ഇൻകം ടാക്സിൻ്റെ ഒരു സംഗതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇൻകം ടാക്സ് ആണെങ്കിലും GST ആണെങ്കിലും, ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും സാധനങ്ങളൊക്കെ അറിയാൻ പറ്റും. ഒരിക്കലെങ്കിലും ഇൻകം ടാക്സ് ഫയലിംഗ് ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ കൃത്യമായിട്ട് അടുത്ത വർഷമാകുമ്പോഴേക്ക് റിമൈൻഡർ മെസ്സേജായിട്ട് ഫോണിൽ വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ എന്താ പറയേണ്ടത്, GST ആണെങ്കിലും ഒരു മാസം ഫയൽ ചെയ്തെങ്കിലും കൃത്യമായിട്ട് മെസ്സേജ് വരും. സോ അതുപോലെ ഒരു സമ്പ്രദായം നമ്മുടെ സർക്കാർ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് ഒരു റിമൈൻഡറായിട്ട് ഇടയ്ക്കൊരു മെസ്സേജ് പോകുകയാണെന്നുണ്ടെങ്കിൽ
അവർക്ക് എന്താ പറയേണ്ടത്, കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കാനുള്ള ഒരു ബോധം ജനങ്ങൾക്ക് ഇടയിൽ വരും. അതിലൂടെ തന്നെ സർക്കാരിന് അതാത് വർഷം കിട്ടേണ്ട വാർഷിക വരി കിട്ടുകയും ചെയ്യും. രണ്ടാമതുള്ളതെന്ന് പറഞ്ഞാൽ കോഫി സ്റ്റാമ്പ്സാണ്. കൃത്യമായിട്ട് അതിൻ്റെ ഒരു സ്ലാബ് റേറ്റ് ഒന്നും തന്നെ അദ്ദേഹത്തിന് നമ്മുടെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ കോഫി സ്റ്റാമ്പ്സ് എല്ലാം തന്നെ കൂട്ടുന്നതിനെ കുറിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു ഇതെന്ന് പറയുന്നത് EV വെഹിക്കിൾസിൻ്റെ, അതായത് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ എല്ലാം തന്നെയും റോഡ് ടാക്സ് കൂട്ടിയിട്ടുണ്ട്. 5% ഇറസ്പെക്റ്റീവ് ഓഫ് എമൗണ്ട്, അതായത് 5 ലക്ഷത്തിൻ്റെ വണ്ടി ആയിക്കോട്ടെ, 10 ലക്ഷത്തിൻ്റെ വണ്ടി ആയിക്കോട്ടെ, 50 ലക്ഷത്തിൻ്റെ വണ്ടി ആയിക്കോട്ടെ, ഏത് വണ്ടിയാണെങ്കിലും 5% റോഡ് ടാക്സ് EV വെഹിക്കിൾസിന്. അതിപ്പോൾ എന്താ പറയേണ്ടത്, 8% കൂട്ടിയിട്ടുണ്ട്. അത് ചിലപ്പം ഈ പറയുന്ന പോലെ EV വെഹിക്കിൾസ് വാങ്ങിക്കുന്ന ഒരു വ്യക്തിക്ക് കേന്ദ്ര സർക്കാർ വരെ സബ്സിഡീസ് ഒരുപാട് സ്കീമുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയിലൂടെ നമ്മൾ കേരള സർക്കാർ ഈ പറയുന്ന ഒരു 5 നിന്നും 3% ഹൈക്ക് എന്ന് പറയുന്ന സമയത്ത് അതൊരു വലിയ തുകയായിരിക്കും. വലിയൊരു വണ്ടി വിലയിൽ മേലിലാണ് ഈ പറയുന്ന 3% ഹൈക്ക് വന്നിട്ടുള്ളത്. സോ 5% നിന്നും 8%, അതുപോലെ തന്നെ 5% നിന്ന് 10%, 20 ലക്ഷത്തിന് മേളിൽ വിലയുള്ള വണ്ടികളും ബാറ്ററി സ്വാപ്പിംഗ് ഫെസിലിറ്റി ഉള്ള വണ്ടികൾക്കും 10% എന്ത് ചെയ്തിട്ടുണ്ട്, റോഡ് ടാക്സ് കൂട്ടിയിട്ടുണ്ട്. അപ്പം ഇത് മൂന്നും വെച്ച് നമ്മൾ കൺസിഡർ ചെയ്ത് നോക്കുമ്പോഴേക്കും ഓവറോൾ ബഡ്ജറ്റ് ജനങ്ങൾക്ക് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് അല്ലായിരുന്നു. കൂടുതലും ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ക്ഷേമ പദ്ധതിയാണ് കൂടുതലും സർക്കാർ ഊന്നൽ നൽകിയിരിക്കുന്നത്. വയനാട് 750 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഓവറോൾ എക്കണോമിക് ഗ്രോത്ത്, അതുപോലെ തന്നെ ജോലി സാധ്യതകൾ കൂട്ടാനുള്ള ബഡ്ജറ്റ് ആണ് കൂടുതലായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ജനങ്ങളിൽ അല്ലെങ്കിൽ യങ് ജനറേഷൻസ് കൂടുതലും കേരളം വിട്ട് പുറത്ത് പോകുന്നു. അപ്പോൾ ഇവിടെ തന്നെ ജോലി സാധ്യത കൂട്ടുന്ന രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ എക്കണോമിക്കൽ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൂടുതൽ ബിസിനസ്സുകളെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ബഡ്ജറ്റായിട്ടാണ് ഇത്തവണ ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണക്കാരനായ ജനങ്ങൾക്ക് ഒന്നുമേ തന്നെ സപ്പോർട്ടിംഗ് ഫാക്ടറായിട്ട് ഇല്ല. ക്ഷേമ പദ്ധതികളുണ്ട്. ക്ഷേമ പദ്ധതികൾ ആക്ച്വലി സാധാരണക്കാർക്ക് തന്നെയാണ് കിട്ടുന്നത്. പെൻഷൻ്റെ തുകകളൊക്കെ എല്ലാം തന്നെ കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ KSRTC, അതുപോലെ തന്നെ അവർക്കുള്ള ജീവനക്കാർക്കുള്ള ശമ്പളത്തിന് വേണ്ടിയിട്ടുള്ളതെല്ലാം തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. DA കൂട്ടുന്നതിനുള്ള DA തടഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു മേഖല അത് ഇപ്പം മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലയിലെല്ലാം തന്നെ തൊട്ട് പോകുന്നുണ്ട്. സോ ശമ്പളക്കാർക്ക് അല്ലെങ്കിൽ ജീവനക്കാർക്ക്, സർക്കാർ ജീവനക്കാർക്ക് ഉള്ള രീതിയിലുള്ള കുറേ നല്ല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ വന്നിട്ടുണ്ട്, ക്ഷേമപദ്ധതികളും വന്നിട്ടുണ്ട്. പക്ഷേ ഭൂനികുതി എന്ന ഇനത്തിൽ നോക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ ഭൂനികുതി അധികമാണോ എന്ന് ചോദിച്ചാൽ ആസ് എ കോമൺ മാൻ എനിക്കത് അധികമായിട്ട് തോന്നുന്നില്ല. പക്ഷേ വസ്തുക്കൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക് ചിലപ്പം അത് ഭാരിച്ച ഒരു തുകയായിട്ട് മാറാൻ സാധ്യത കാണുന്നുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ചെറിയൊരു അവലോകനം ഈ ബഡ്ജറ്റിലെ. അപ്പം പ്രത്യേകിച്ച് ഒരു ഭൂനികുതി ഇടുത്തിയാണോ എന്ന് ചോദിച്ചാൽ ഇടുത്തിയല്ല. പക്ഷേ എന്നാൽ അതൊരു ഞാൻ ഭൂ കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന വ്യക്തികൾക്ക്, ഭൂമി കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന വ്യക്തികൾക്ക് അതൊരു ഭാരിച്ച നികുതിയായിട്ട് മാറാൻ സാധ്യത കാണുന്നുണ്ട്. സോ മറ്റൊരു പങ്ക്തിയുമായിട്ട് നമുക്ക് അടുത്ത മണി മാജിക് സെഷനിലൂടെ കാണാം. നന്ദി.